ലോകാരാധ്യ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71ാം ജന്മദിനം ആഘോഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായാണ് ജന്മദിനം ആഘോഷിച്ചത്. ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ കവി പ്രൊഫസർ വി മധുസൂദൻ നായർക്ക് അമൃതകീർത്തി പുരസ്കാരം സമ്മാനിച്ചു. ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി ലളിതമായ ചടങ്ങുകളോടെ നടന്ന ജന്മദിനാഘോഷത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. വയനാട് ദുരിതബാധിതരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അമ്മ സാഹോദര്യത്തിന്റെ മഹത്വം അറിഞ്ഞ് എല്ലാവരും ജീവിക്കണമെന്ന് ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. അങ്ങനെ കർമ്മ പറഞ്ഞല്ലോ നമുക്കെല്ലാം അനുസരിച്ചിട്ട് ആ മക്കളെ അവർക്ക് വേണ്ടി കണ്ണട ശ്രമിക്കുകയും പ്രാർത്ഥിക്കുക. അവർക്ക് നമ്മൾ അനുസരിച്ച് കഴിയും. ജന്മദിനാചരണത്തിന്റെ ഭാഗമായി പാദപൂജയും മാനസപൂജയും അമ്മയുടെ സത്സംഗവും ഒപ്പം ഭജൻസും നടന്നു. ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ കവി പ്രൊഫസർ വി മധുസൂദനൻ നായരെ അമൃതകീർത്തി പുരസ്കാരം നൽകി ആദരിച്ചു. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവിയും ഒരേ ദേവതയുടെ അമൃതബലിയാണ് എന്ന് വരുന്ന ഒരു സന്ദേശം എല്ലാ മക്കൾക്കുമായി കൊടുക്കുന്ന ഇടം എവിടമാണോ അവിടം അമൃതമയമാണ്. അമ്മയുടെ സാന്നിധ്യത്തിൽ നടന്ന സമൂഹ വിഭാഗത്തിൽ 40-ലധികം യുവതി യുവാക്കൾ പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വയനാട് ദുരിതബാധിതർക്കായുള്ള സഹായമായി 15 കോടിയുടെ പാക്കേജ് മഠം പ്രഖ്യാപിച്ചു. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഉൾപ്പെടെ അടങ്ങിയതാണ് പാക്കേജ്. അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടക്കമായത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ ജന്മദിനം ആചരിച്ചത്. ജനം, കൊല്ലം.